സഹകരണം തുടരുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ഉമായി പരസ്യ സഖ്യത്തിനില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. പകരം സീറ്റ് ധാരണ തുടരും. കോഴിക്കോട്, മുക്കം നഗരസഭകളിലും കാരശ്ശേരി, കൊടിയത്തൂർ, വേളം, ചങ്ങരോത്ത് പഞ്ചായത്തുകളിലുമാണ് സീറ്റ് ധാരണ. കൂടുതൽ വാർഡുകളിൽ മത്സരിക്കാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് നയം എന്നുള്ളതല്ല. വെൽഫെയർ പാർട്ടിയുടെ തീരുമാനങ്ങളുണ്ട്, വെൽഫെയർ പാർട്ടിക്കുള്ള കമ്മിറ്റികളുണ്ട്. ഞങ്ങളൊരു സഖ്യം എന്നുള്ള രൂപത്തിൽ ഇതിലെ പോയിട്ടില്ല. ഒരു നീക്കുപോക്കുകളാണ് നടത്തിയിട്ടുള്ളത്. LDF-ഉമായിട്ടുണ്ടായിരുന്ന ഒരു നീക്കുപോക്കായിരുന്നു ഉണ്ടായിരുന്നത് മുക്കം നഗരസഭയിൽ. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ഉമായിട്ടുള്ള ഒരു നീക്കുപോക്കേ ഉണ്ടായിട്ടുള്ളൂ. അലയൻസൊന്നും ഞങ്ങൾ രൂപീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരുവിധം പ്രദേശങ്ങളിലെല്ലാം മത്സരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. VS രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം വീണ്ടും. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. അപ്പോൾ ആ ബന്ധം തുടരും എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? കാരണം സഹകരണം തന്നെയാണല്ലോ ഇതുവരെ കണ്ടിരുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു പങ്കാളിയാകുന്നില്ല, എന്നാൽ പങ്കാളിത്തത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക്, അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സുജിയ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടുകളൊക്കെ മാറ്റി അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, അത് സ്വീകരിക്കും എന്നുള്ളത്. അതായത് ഇത്ര കാലം ഇല്ലാത്ത രീതിയിൽ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെ UDF-ന്റെ ചെയർമാൻ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സഹകരണം തുടരില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാം. അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ മുക്കത്ത് നിന്ന് വരുന്നത്. മുക്കത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ പരീക്ഷണശാലയാണ് മുക്കത്തെ ചേന്നമംഗലൂർ എന്ന് പറയുന്നത്. അവിടുത്തെ 3 വാർഡുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ അത് UDF-ഉമായി സഹകരിച്ചാണ്. ഇത്തവണ 5 സീറ്റിൽ വരെ മത്സരിക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ UDF 5 സീറ്റുകൾ അവരുടേത് വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് UDF സഹകരണത്തോടുകൂടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതൊരു സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. അതിന് 2 കാരണമുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അത് തിരിച്ചടിയാകും എന്നുള്ള ബോധ്യം UDF-നുണ്ട്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ നായർ വോട്ടുകളിൽ ഭൂരിപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാവാൻ ഈ ജമാഅത്തെ ഇസ്ലാമി സഖ്യം കാരണമാവും. മധ്യ കേരളത്തിൽ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടാൻ ജമാഅത്തെ ഇസ്ലാമി സഖ്യം കാരണമാവും. അതുകൊണ്ട് സഖ്യമില്ലാതെ ഒരു അന്തർധാര എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ബന്ധവും ഉണ്ടാക്കുക. എന്നാൽ വെൽഫെയർ പാർട്ടി അവരുടെ കരുക്കൾ പ്രാദേശിക തലത്തിൽ നീക്കിക്കഴിഞ്ഞു. അവർ സഖ്യത്തിനും ധാരണയ്ക്കുമൊക്കെ മുതിരുന്നു. അതോടൊപ്പം കൂടുതൽ സീറ്റുകൾ ഇത്തവണ പരസ്യമായി തന്നെ ഒരു അന്തർധാര ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ചേന്നമംഗലൂരിൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ 5 സീറ്റിലേക്ക് പോകും. നിലവിൽ 3 സീറ്റാണ്. അതുപോലെ കാരശ്ശേരി, കൊടിയത്തൂർ, വേളം, ചങ്ങരോത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. തിരുവമ്പാടിയിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലാണ് മത്സരിച്ചത്. 2 വോട്ടിനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ കോഴിക്കോട് കോർപ്പറേഷനും ജമാഅത്തെ ഇസ്ലാമി ചോദിക്കും. അങ്ങനെ UDF-ഉമായുള്ള അന്തർധാരയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരുക്കം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. എന്തായാലും ധാരണ തുടരും. അത് ഒരു സഖ്യകക്ഷി എന്ന രീതിയിൽ UDF-ന്റെ ഭാഗമായിക്കൊണ്ടല്ല എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് വെൽഫെയർ പാർട്ടി. പക്ഷേ ഒന്നിച്ച് തന്നെ മുന്നോട്ട് ഇതിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.